ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ലാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക കേട്ടോ. അപ്പോൾ വണ്ടി കയറിയപ്പോഴത്തേക്ക് ഇതാ ലാമി ഉറങ്ങിപ്പോയിക്കണേ. ഞങ്ങളിത് പോകുന്നത് ഉച്ചയ്ക്ക് ഏകദേശം ഒരു 11-11:30 മണിയായപ്പോഴാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ലാമി ഉച്ചയ്ക്കൊന്ന് ഉറങ്ങുന്ന ഒരു സമയമായതുകൊണ്ടാണ് വണ്ടി കയറിയപ്പോഴത്തേക്ക് ലാമി ഉറങ്ങിപ്പോയത് കേട്ടോ. ഞങ്ങളിതാ ഇങ്ങനെ പോകുന്നുണ്ട്. ലാമി കഥകളൊന്നും അറിയാതെ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. എങ്ങനെ അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയിലൊന്ന് എണ്ണ അടിക്കണം, പിന്നെ ATM നിന്ന് പൈസ എടുക്കണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ നമ്മളിതാ കാവുമ്പന്നം ടൗണിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ATM നിന്ന് പൈസ എടുത്തിട്ട് വരാം. ഞാനതാ ATM വന്ന് കാർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. കാർഡ് ഇട്ടു, പൈസ എടുക്കാം കേട്ടോ. പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിയും. അങ്ങനെ നമ്മൾ പൈസ വന്നു. ഇനി പൈസ എടുത്തിട്ട് നമ്മൾ പോയിട്ട് വണ്ടിയിൽ എണ്ണ അടിക്കാം. അപ്പോൾ നമ്മൾ പോകുന്നത് കാവുമ്പന്നം പെട്രോൾ പമ്പിലേക്ക് കേട്ടോ. പമ്പിൽ പോയി വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച്, പിന്നെ നമുക്ക് നമ്മളെ ഫാമിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മോട്ടറിലൊഴിക്കാൻ പെട്രോൾ വേണം. അപ്പോൾ അതിന് സെപ്പറേറ്റ് നമ്മൾ ഒരു ക്യാനിൽ പെട്രോളൊക്കെ വാങ്ങി. അങ്ങനെ പെട്രോളൊക്കെ നമ്മൾ ഈ എണ്ണ അടിക്കുന്ന സമയത്തും ക്യാനിൽ പെട്രോൾ വാങ്ങുന്ന സമയത്തൊക്കെ ലാമിക്കുട്ടി നല്ല ഉറക്കില്ല കേട്ടോ. മൂപ്പര് ഈ കഥകളൊന്നും അറിയുന്നില്ല. അങ്ങനെ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നല്ല സീസണല്ലേ, അത് സാധനങ്ങൾ വാങ്ങിയ ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വരിക കേട്ടോ. ഇവിടെ ഞാൻ വീഡിയോ ഭയങ്കര സ്ലോ ആക്കിയിട്ടാണ് കാണിക്കുന്നത്. ഇത് ഒരു ആക്സിഡൻറ്റ് നടന്നതാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും ഇതിവിടെ കണ്ടത് അവിടെ ഒരു കാറ് എല്ലാവരും കൂടെ പൊക്കിയെടുത്തോണ്ടിരുന്നു. നോക്കിക്കട്ടെ, കാറിൻ്റെ ടയറൊക്കെ കാണുന്നുണ്ടോ. പിന്നെ വണ്ടിയിൽ നമ്മൾ പാസ് ചെയ്ത് പോകുന്ന സമയത്തുള്ള വിഷ്വലായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മളാദ്യം അങ്ങോട്ട് പോകുമ്പോൾ ഈ സംഭവം കണ്ടതായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വരലാനൊക്കെ. അപ്പോൾ നമ്മൾ ആവശ്യം അവിടെ ഇല്ലയെന്ന് കണ്ടതുകൊണ്ടാണ് പിന്നെ അവിടെ നിർത്തി അവിടെ ഇറങ്ങേണ്ടിയിരുന്നത്. നമ്മൾ തിരിച്ചു വരിക കേട്ടോ. എന്നിട്ട് ലാമി ഇപ്പോഴും നല്ല ഉറക്കിലാണ്. നമ്മളിപ്പോൾ ഇത് വന്നത് ലാമിൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് കേട്ടോ പോകുന്നത്. അങ്ങനെ ലാമിനെ ഇക്കാക്കാനെയും ഇത്താത്താനെയൊക്കെ നമ്മൾ അമ്മായിൻ്റെയും അമ്മമ്മേൻ്റെയും കൂടെ ആക്കിയിട്ട് നമ്മളിനി വേറൊരു സ്ഥലത്തേക്ക് പോകും കേട്ടോ. പോയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കിതാ ഒരു പുതിയൊരു ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ആട് പ്രസവിക്കാനായിട്ടുണ്ടെന്ന്. അങ്ങനെ ആട് പ്രസവിച്ചു ഇന്നലെ കേട്ടോ. ആട് പ്രസവിച്ച് ഒരു കുട്ടിയുള്ളൂ, നല്ലൊരു ഓമനുള്ളൊരു കുഞ്ഞിക്കുട്ടി, ആൺകുട്ടിയാണ്. പിന്നെ അപ്പോൾ ലാമി പിന്നെ ഉറങ്ങുമൊക്കെ ആയതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് ഇപ്പോഴൊന്നും തിരിച്ചു പോകുന്നില്ല, ഇവിടെ കുറച്ച് പണികളുണ്ട്, അതുകൊണ്ട് ലാമിനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ലാമിൻ്റെ ഉപ്പച്ചി തൊഴുത്തൊക്കെ കഴുകി വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് ഒക്കെ നോക്കിയിട്ട് ഞാനിതാ കത്തിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പുറത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്താണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് എനിക്ക് സ്ക്രീനിലേക്ക് ശരിക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ ആകാശമൊക്കെ വീഡിയോ എടുത്ത് വെച്ച്. അങ്ങനെ ഞാൻ പുല്ലരിഞ്ഞൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഏകദേശം പുല്ലരിഞ്ഞ് ഇത്രയും ആയപ്പോഴത്തേക്ക് ലാമിക്കുട്ടിൻ്റെ ഉപ്പച്ചി വന്നിട്ട് അപ്പുറത്തുനിന്ന് പുല്ലരിയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാളും കുറച്ച് പുല്ലൊക്കെ അരിഞ്ഞ പുല്ലൊക്കെ എടുത്ത് ഉള്ളിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് നമ്മൾ ലാമിക്കുട്ടിനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയി ലാമിക്കുട്ടിനെയൊക്കെ കൂട്ടി നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ നമുക്കൊരു അടിപൊളി ഒരു സാധനം ഒരാൾ കൊണ്ടുത്തന്നതാണ് കേട്ടോ. ഒരു നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുത്തന്നതാണ്. ഇത് വെച്ചിട്ട് ഞാൻ അടിപൊളി ഒരു റെസിപ്പി, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. റെസിപ്പി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.